എന്താ എന്ത് പറ്റി? അറിയില്ല ഏട്ടാ, 2-3 ദിവസമായി ഇങ്ങനെ. നമുക്ക് എന്നാ ഡോക്ടറെ കാണിച്ചിട്ട് വരാം. അയ്യോ വേണ്ട, അത് പിന്നെ ശരിയായിക്കോളും. ഏട്ടൻ ഓഫീസിൽ പോവാൻ നോക്ക്. അയ്യോ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നീ പെട്ടെന്ന് റെഡി ആവും, നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. എന്താടാ, നിനക്ക് ഓഫീസിൽ പോകണ്ടേ? അതെ അമ്മ, അവർക്ക് തീരെ വയ്യ, ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട്. ഡോക്ടറെ കാണിക്കാനാ? അതിന് ഇവക്കൊന്നും ഇപ്പോൾ പ്രശ്നമില്ലേ, നീ വേഗം ഓഫീസിൽ പോയാൽ നോക്കിയേ. 1-2 പ്രാവശ്യം ഛർദ്ദിച്ച് വെച്ച് ഡോക്ടറെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്തെങ്കിലും തിന്നിട്ട് വയറ്റി പിടിക്കാനായിട്ടായിരിക്കും. ഒരു ഇഞ്ചി എടുത്തിട്ട് ഉപ്പും കൂടി തിന്നാൽ മതി, കുറച്ച് വെള്ളം എടുത്ത് കുടിക്ക്, ഡോക്ടറെ അടുത്ത് തോന്നുന്നു. അല്ല എന്തായാലും ഒന്ന് കാണിച്ചിട്ട് വരാം, നീ പെട്ടെന്ന് റെഡി ആവ്. വെയിൽ കാണുന്നുണ്ടല്ലോ, തുണിയെല്ലാം പുറത്തിട്ടേക്കാം. ഓ വരുന്നുണ്ടാ, എത്ര സമയമായി പോയിട്ട്. ഭക്ഷണം കൂടി ആക്കാണ്ട് പോയതാന്ന്, എന്തെങ്കിലും വിചാരം ഉണ്ടോക്ക്? നല്ല പണിയുന്ന എൻ്റെ തിരക്കായില്ലേ, ഇല്ലെങ്കിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഛർദ്ദിച്ചേരെ കൂട്ടിയിട്ട് പോയിന്. അമ്മയ്ക്ക് ഇന്ന് സന്തോഷാവും. അമ്മ കുറേ നാളായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയായിരിക്കും ഇത്. അമ്മേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസാ? എന്ത് ഗുഡ് ന്യൂസ്? അമ്മ ഒരു അമ്മൂമ്മയാവാൻ വേണ്ടി പോവേന്ന്. അതെയോ മോനെ, അമ്മക്ക് സന്തോഷായി മോനെ. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. രാവിലെ പോയതല്ലേ, അമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്ക്. മോൻ പോയിട്ട് കുളിക്കുവലും ചെയ്. നീ ഒന്ന് നടന്നേ. എന്താമ്മേ? എന്താമ്മേ, ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിനാ? എന്തെല്ലാം ബാധ്യതകളുണ്ട്. ഈ വീട് പണിയെടുത്ത ബാധ്യത, അനിയത്തിനെ കല്യാണം കഴിപ്പിച്ച ബാധ്യത, അതിനിടയ്ക്ക് ഒരു കുഞ്ഞും കൂടെ ആയാലും എവിടെ ശരിയാവാനാന്ന്? ഒന്നും അറിയാത്ത പോലെ. എന്താ അമ്മേ, ഒരു കുഞ്ഞുണ്ടായാലും എന്തെല്ലാം ചിലവുണ്ടാവുന്ന നിന്റെ വിചാരം? അതിനെപ്പറ്റി എന്തെങ്കിലും ബോധമുണ്ടോ എനിക്ക്? ഇതെല്ലാം നീയല്ലേ ശ്രദ്ധിക്കണ്ട്. ചെല്ലി ചെല്ലി. വിശേഷം പറയാൻ വന്നിന്. അല്ല ഈശേ, എൻ്റെ മുഖത്തെന്താ ഒരു സങ്കടം? ഒന്നുമില്ല ഏട്ടാ. നമുക്കിപ്പോ ഒരു കുഞ്ഞ് വേണ്ടായിരുന്നു ഏട്ടാ. എന്താ ഇപ്പം ഇങ്ങനെ തോന്നാൻ വേണ്ടിയിട്ട്? അമ്മ വല്ലതും പറഞ്ഞോ? ഇല്ല, അതല്ല ഏട്ടാ, ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് ബാധ്യതകളില്ലേ, അതിനിടയ്ക്ക് ഒരു കുഞ്ഞും കൂടി ആയാലേ. അല്ല ജിഷ, നീ എന്താ നീ പറയുന്നത്? ദൈവം കൊണ്ടു തന്ന ഭാഗ്യമല്ലേ ഇത്. ചെറിയൊരു ബാധ്യതൻ്റെ പേരിൽ അത് വേണ്ടെന്ന് പറയാൻ പോലും എനിക്ക് എങ്ങനെ തോന്നുന്നു? നീ ഇപ്പം മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട, നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി.
ഡോക്ടർ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടല്ല നല്ലോണം റെസ്റ്റ് എടുക്കണമെന്ന്. ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാന്നേല് കേട്ടാ. ഞാൻ റെസ്റ്റ് എടുക്കാം. എന്തൊരു കൊതുകാന്ന്. ബ, 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 ബ. ഇവിടെ എവിടെ പോയി? ചോറും വെള്ളം വരെ വെച്ചിട്ടില്ലല്ലോ. അല്ല, നീ ഇവിടെ കിടക്കുവന്ന് ചോറിന് വരെ വെള്ളം വെച്ചിട്ടില്ലല്ലോ. ഒന്നും തിന്നാനൊന്നും ആക്കുന്നൊന്നുമില്ലേ? അതമ്മ ഭയങ്കര ക്ഷീണം എന്നിട്ട് കിടന്നതാണ്. ഓ, ക്ഷീണം ഗർഭിണികളായാൽ അങ്ങനെ ക്ഷീണമെല്ലാം ഉണ്ടാവും. അതിലെല്ലാവർക്കും ഇല്ല തന്നെ. നീ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിക്ക്, അപ്പം തന്നെ ശരിയാവും. എന്നിട്ട് പോയിട്ട് ചോറും കറിയെല്ലാം വെച്ചേ. ഇവിടെ ക്ഷീണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കല്ല, എണീക്ക്. ഡോക്ടർ പറഞ്ഞിനമ്മേ നല്ലോണം ശ്രദ്ധിക്കണമെന്നും റെസ്റ്റ് എടുക്കണമെന്നും. ഡോക്ടർമാരെല്ലാം അങ്ങനെ പലതും പറയും. അതും കേട്ടിട്ട് ഇവിടെ കിടന്നുറങ്ങിയാലേ സുഖപ്രസവമൊന്നും നടക്കൂല, ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷനെല്ലാം വേണ്ടി വന്നാൽ എത്ര പൈസയാവുന്ന വല്ല വിചാരം ഉണ്ടോ എനിക്ക്? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ മോനല്ല അതെല്ലാം നോക്കണ്ട്. ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ കിടക്കല്ല, എണീച്ചേ. ഗർഭിണികളിലല്ലേ ചാടി തുള്ളി പണിയെടുക്കണം, എന്നാലേ കുഞ്ഞുങ്ങൾക്കും നല്ല ഉഷാറുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഉഷാറില്ലാത്ത കുഞ്ഞാവും. പിന്നെ എൻ്റെ റൂമിൽ അത് ബെഡ്ഷീറ്റും പുതപ്പും അതെല്ലാം എടുത്ത് അലക്കിയിട്ടെ. അങ്ങനെ മേലെ നീ പണിയെടുക്ക്.